ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. നമ്മുടെ ലൈഫിലേക്ക് ഇന്നല്ല, ഒരു 3-4 ദിവസം മുമ്പേ ഒരു അതിഥി വന്നു. ആ അതിഥിൻ്റെ പേരാണ് വിസ്കി. വിസ്കിക്ക് പേരിട്ടത് ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പപ്പീനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലെന്താണ് ഇപ്പോൾ ഇത്ര വലിയ സ്പെഷ്യൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു പപ്പീനെ എടുത്തു എന്നുള്ളതാണ് സ്പെഷ്യൽ. അതായത് ചെറുപ്പം തൊട്ട് ഈ മൃഗങ്ങൾ, പക്ഷികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു 7 അയലോക്കത്തോട്ട് പോലും ഞാൻ പോകത്തില്ല. ഈ കോഴിക്കുഞ്ഞ്, പശു, പട്ടിക്കുട്ടി, പൂച്ചക്കുട്ടി, ഇതൊക്കെ ഒട്ടും ഉപദ്രവിക്കാത്തതാണെങ്കിൽ പോലും ഞാൻ അതുങ്ങളെ കാണുമ്പോൾ കാണിക്കുന്ന ഒരു വെപ്രാളമുണ്ട്. ഭയങ്കര ഒരു വല്ലാതെ ഞാൻ ഓവറായിട്ട് റിയാക്ട് ചെയ്യും. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ കാണിക്കുന്ന എൻ്റെ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ തന്നെ അതുങ്ങൾക്ക് എന്നാൽ പിന്നെ ഒന്ന് കടിച്ചേക്കാം, അല്ലെ എന്നാൽ പിന്നെ ഒന്ന് കുത്തിയേക്കാൻ തോന്നും. അതാണ് അവസ്ഥ. ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. അതായത് ഒരു 2 സെക്കൻഡ് കൊണ്ട് എടുത്തൊരു ഡിസിഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഒരു പപ്പീനെ, എൻ്റെ ഇപ്പോഴത്തെ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഡിപ്രഷൻ്റെ കാര്യമൊക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് നിങ്ങളായിട്ട്. സോ ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ദാറ്റ്. അപ്പം എൻ്റെ ഇപ്പോഴത്തെ സൈക്കാട്രിസ്റ്റ് അല്ല, ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു സൈക്കാട്രിസ്റ്റ് എന്നോട് പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ഒരു പെറ്റിനെ ഒന്ന് വാങ്ങി വളർത്തി നോക്കൂ, എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടാവും, ഞാൻ കുറച്ചുകൂടെ ഓക്കെ ആവും എന്നുള്ള കാര്യം. പക്ഷെ അന്ന് ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞത്, എന്നോട് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറഞ്ഞു, പക്ഷെ ഒരു പെറ്റിനെ ഞാൻ വളർത്തുന്നതിനെ കുറിച്ച് എന്നോട് പറയേ വേണ്ട, കാരണം അതെനിക്ക് ഒരിക്കലും നടക്കാൻ പറ്റാത്ത സംഭവം. അങ്ങനെയുള്ള ഞാൻ എൻ്റെ വീട്ടിലൊരു പപ്പി, ഞാൻ അതിൻ്റെ കൂടെ ജീവിക്കുക, അതിനെ ഞാൻ തൊടുക, അതിനെ ഞാൻ ഫീഡ് ചെയ്യുക, അതിന് ടേക്ക് കെയർ ചെയ്യുക, ഇതൊന്നും എനിക്ക് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ്. പക്ഷെ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാനത് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നൊരു പ്രൗഡ് എന്താ പറയുക, ഒരു പെറ്റ് മോമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തീരുമാനം എടുത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വിസ്കിനെ എടുക്കുന്ന ദിവസം അന്ന് രാവിലെ നമ്മുടെ 2 ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മളൊന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പെറ്റ്സ് ഉണ്ട്. അപ്പം സാൻഡ്ര എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് 3 പെറ്റ്സ് ഉണ്ട്, അവരുടെ കൂടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അപ്പം എൻ്റെ മനസ്സിലേക്ക് തോന്നി, ചിലപ്പം നല്ലതായിരിക്കും, എനിക്ക് അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി, നല്ലതായിരിക്കും, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും ഞാനൊരു പെറ്റിനെ എടുക്കുമെന്നോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അന്ന് ഉച്ച കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ട് ഞാനും രഞ്ജുവും കൂടെ വെറുതെ ഇരിക്കുകയായിരുന്നു. കാരണം കുട്ടികൾ എൻ്റെ അനിയൻ്റെ വീട്ടിലായിരുന്നു. വീക്കെൻഡ്സിൽ യൂഷ്വലി അവർ അവിടെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ രഞ്ജുവിനോട് പറഞ്ഞു, എടാ നമുക്കൊരു പെറ്റിനെ എടുത്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല, രഞ്ജുവിൻ്റെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ഓക്കെ, അങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. വേണോ, നമ്മളെ കൊണ്ട് നോക്കാൻ പറ്റുമോ, ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ തലയിലില്ല, അതിനോട് ഒരു പെറ്റിനെയും കൂടെ വേണോ, അങ്ങനെ ഒന്നും ആൾ ചോദിച്ചില്ല. ആൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചു. എൻ്റെ ബ്രദറിന് ഒരു പേർഷ്യൻ ക്യാറ്റ് ഉണ്ട് കേട്ടോ. അപ്പം അവൻ ഇങ്ങനത്തെ കോൺടാക്ട്സ് ഉണ്ടാവുമല്ലോ, എവിടെ നിന്നാണ് പെറ്റിനെ എടുക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് ചോദിച്ചു, എനിക്കൊരു പപ്പീനെ വേണം, അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന്. ഒരു 10 മിനിറ്റ്സിൽ അവൻ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 3 ആൾക്കാരുണ്ട്, 3 ഷിറ്റ്സൂസ് ഉണ്ട്, ഫോട്ടോസും വീഡിയോസും അയച്ചു തന്നു. അപ്പം 2 ഗേൾസും ഒരു ബോയ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 2 ഗേൾസിൻ്റെ കളർ വന്നിട്ട് ബ്രൗണും വൈറ്റും ആയിരുന്നു. എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ആ 3 പേരിൽ ഇവൻ കുറച്ചിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുമായിരുന്നു ആ വീഡിയോയിൽ. ബാക്കിയുള്ള 2 ഗേൾസ് ഇങ്ങനെ ഇവൻ്റെ നേരെ നന്നായിട്ട് ഇങ്ങനെ കുരയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ പേടിയായി. അങ്ങനെയാണ് ഞാൻ വിസ്കിനെ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ കൺഫേം ചെയ്തു. ഒരു 2 മണിയായപ്പം ഈ തോട്ട്, പെറ്റിനെ എടുത്താലോ എന്നുള്ളൊരു തോട്ട് തലയിൽ വരുന്നു. 5 മണിയായപ്പം വിസ്കി നമ്മുടെ വീട്ടിൽ കയറുന്നു. ഇതാണ് സംഭവിച്ചത്. അതൊരു ഡിസിഷൻ ഭീകരമായിരുന്നു. അതായത് ഒരു അടിപൊളി ഡിസിഷൻ ആയിരുന്നു. എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ ശരിയായൊരു ഡിസിഷൻ ആയിരുന്നു എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത്രയ്ക്ക് എന്താ പറയുക, ഒരു കുഞ്ഞാവ വീട്ടിലേക്ക് വന്ന പോലെ അങ്ങനെയാണുള്ളത് കേട്ടോ. അപ്പോൾ വിസ്കി നമ്മുടെ വീട്ടിലേക്ക്, ഞാൻ ഭയങ്കരമായിട്ട് ഒട്ടും ഞാൻ വീഡിയോസിലേക്ക് വരുമ്പോൾ ഒട്ടും പ്രസൻറ്റബിൾ അല്ല അല്ലേ. ഞാനിപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യത്തെ പോലെ ഒന്നുമല്ല, വലിയ പ്രിപ്പയർ ആവുന്നു, ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നു, മേക്കപ്പ് ചെയ്തു, ഭയങ്കരമായിട്ട് പ്രസൻറ്റബിൾ ആവാൻ നോക്കുന്നു. ഇതൊന്നും എൻ്റെ തലയിൽ ഇപ്പം ഇല്ല. കുറച്ച് ദിവസം കൂടെ എന്നോടൊന്ന് ക്ഷമിക്കുക, ഐ ബി ഫൈൻ. അപ്പോൾ വിസ്കി എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തിയത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഹായ് പറ വന്നോ? എടുത്തു. Of course it won't. It's a baby. It's okay. It's okay. പിടിക്ക്, ഒന്നും ആവത്തില്ല, പിടിക്ക്. ഇവിടെ ഇറക്കുക. പിടിക്ക്, എങ്ങനെ പിടിച്ചേ, ഒത്തു പിടിച്ചേ, കുഞ്ഞിനെ പിടിക്കുന്ന പോലെ ഇങ്ങനെ പിടിച്ചേ. ഹാ
ഹായ്. മേടിക്കൊണ്ടോ നിന്റെ കൂട്ടായില്ലേ തണുപ്പ് കയറി കൂട്ടായില്ലേ ബ്ലാങ്കറ്റിനകത്ത് എടുത്തിട്ടുണ്ട് കിടക്കായിരുന്നു മതിയായിരുന്നു ദൈവത്തിനറിയാം. ഇപ്പൊ 2 പിള്ളേരെ നോക്കി നിനക്കാന്നോ ഒരു പട്ടിക്കുട്ടിയെ പോക്കാൻ പാടോ ഒന്ന് പോയത്. നീ തന്നെ പിടിച്ചോ, നീ എന്തിനു മാറ്റുന്നേ? എടി നീ പിടിച്ചിട്ട് കേറുവാ എടി, അത് തണുത്തിട്ടാടി. അങ്ങനെ പിടിക്കല്ലേ, ഇങ്ങനെ പിടിക്കണം നേരെ. ഗ്രൂപ്പിൽ എടുത്തിട്ടല്ലേ സർപ്രൈസ് വൈപ്പ് വാങ്ങിക്കണം കേട്ടോ. മിൽക്ക് അശ്വതി നീ ഭയങ്കര അറ്റാച്ച് ആടി, പേടിക്കണ്ട, ആയിക്കോളൂ. ഇപ്പൊ വേറെ മാറിയില്ലോടി, ഇപ്പൊ ഓക്കെ ആയില്ലേ? ഞാൻ കയ്യിൽ ഇങ്ങനെ വെച്ചോണ്ട് മതി കുറച്ചാലും. വെൽക്കം, ബാ വലത്തോട്ട് വെച്ചോ നിൽക്കോ. പുതിയ വീടാണേ. കിടക്കാൻ നോക്കുവാടെ. എങ്ങനെ കടിക്കുന്ന കിടന്നോടെ. ഇവര് ഭയങ്കരമായിട്ട് അന്ന് തന്നെ നമ്മൾ വിസ്കീനെ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. So that you can hold her head also and she will feel safe. Okay? Center. In between the legs. അതിവിടെ ഇങ്ങനെ ഇരിക്കണം. ഹലോ 1.8 കേട്ടോ. 1.8. ಅದೇ ಅವನು ಇವನಿಗೆ ಪರ್ಸ್ಡೇ ಇದ್ರೆ ಸಾಕು. ಹೊಸ ಆಂಟಿ നോസ് ഡ്രൈ ചെയ്ത് ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. ഇതുവരെ വിസ്കിക്ക് ഫുഡ് കൊടുത്തിട്ടില്ല. നമ്മൾ പോയിട്ട് ആ ഡിവാമിൻ്റെ മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാക്സിൻ എടുക്കണം. പക്ഷെ വാക്സിൻ എടുക്കുന്നത് ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് മതി എന്ന് വിചാരിച്ചു. കാരണം ഇന്നിപ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് വന്ന് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ വാക്സിൻ്റെ പെയിനും കൂടെ വേണ്ടല്ലോ. കാണിച്ചൊരാളെ കാണിച്ചുതരാവേ. രഞ്ജുൻ്റെ ടവലൊക്കെ കൊടുത്ത് മതി. നമ്മൾ പോയിട്ട് വിസ്കിക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ, കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ വാങ്ങുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു തരണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് പെറ്റ് പാരൻസ് ആവുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഈ പെറ്റ്സിന് ഫുഡ് കൊടുക്കുന്ന ഈ പാത്രമില്ലേ, ഇതൊക്കെ ഞാൻ തൊടുന്നത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ. സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. വെരി എക്സൈറ്റ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഒറ്റ ഫീലിംഗ് മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. പിന്നെ ഇതതിൻ്റെ ഫുഡാണ്, പപ്പി സെർലാക്ക്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കില്ലേ, അങ്ങനെ. ഇത് എങ്ങനെ കൊടുക്കണ്ടേന്നൊക്കെ ഡോക്ടർ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി കൊടുക്കണം. പിന്നെ ഇത് അവരുടെ ബ്രഷ് ഉണ്ടോ, ഡെയിലി മുടി ചീകി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനൊരു സംഭവം. ഓക്കെ, ഇത് വന്നിട്ട് ഡ്രൂൾസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ, ഡ്രൂൾസ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. ബ്രാൻഡ് ഫോക്കസ് എന്ന് പറയുന്ന സ്റ്റാർട്ടർ. ഇതിന് പറയുന്ന സ്റ്റാർട്ടർ ഫുഡായിരിക്കണം. പിന്നെ വിസ്കിക്ക് നമ്മൾ വെറ്റ് വൈപ്സ് വാങ്ങിയേ. ഈ ബ്രാൻഡൊക്കെ എനിക്ക് പുതിയതാണ് കേട്ടോ.
ഇനി ഇത് നമുക്ക് ജീവിതത്തിൽ ആകാൻ പോകുന്ന കുറച്ച് സംഭവങ്ങളാണ്. ഇപ്പം വിസ്കിക്ക് വന്നിട്ട് 55 ദിവസം എന്താ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു 2.5 മാസം, ജനിച്ച് 2.5 മാസം കഴിഞ്ഞിട്ട് ആദ്യത്തെ ആയിട്ട് കുളിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾക്കത് സ്നൂപ്പിയിൽ കൊണ്ടുപോയിട്ട് അവർ കുളിപ്പിച്ച് ഗ്രൂമിങ് ഒക്കെ ചെയ്ത് തരും. പിന്നെ വാക്സിൻ, ആദ്യത്തെ വാക്സിൻ വന്നിട്ട് ഇപ്പോൾ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വാക്സിൻ എടുപ്പിക്കണം. അത് കഴിഞ്ഞ് 20 ഡേയ്സ് കൂടുമ്പോഴാണ് വാക്സിൻസ് എടുക്കുന്നത്. 3-4 വാക്സിൻസ് ആണുള്ളത് ഇപ്പം അടുപ്പിച്ച്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയർലി വൺസേ ഉള്ളൂ. എനിക്ക് ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുള്ളിടത്ത് പറ്റുമോ, അവർക്ക് എന്തെങ്കിലും അതിൻ്റെ രോമം പോകുമ്പോഴൊക്കെ വയറ്റിൽ പോകുമ്പോഴൊക്കെ പ്രശ്നമാകുമോ എന്നുള്ള ആ ഒരു കൺസേൺ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് 200% കുട്ടികളുള്ളിടത്ത് വിടാൻ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിസ്കിക്ക് കുറേ റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് പാല് കൊടുക്കാൻ പാടില്ല, ബിസ്ക്കറ്റ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല, അതായത് മധുരം, ഉപ്പ്, പുളി, എരിവ് ഇതുള്ളതൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ കൊടുക്കാനായിട്ട് അവർ തന്നിരിക്കുന്ന ഈ ഫുഡ് അല്ലാതെ വീട്ടിൽ നമുക്ക് കേർഡ് റൈസ്, നന്നായിട്ട് കേർഡ് റൈസ് നല്ല സോഫ്റ്റ് ആക്കി വേവിച്ച് കേർഡ് റൈസ് കൊടുക്കാം. പിന്നെ ഇത് വന്നിട്ട് ഡൈജറ്റോൺ, ഇത് ഡൈജഷൻ യൂസ് ചെയ്യുന്ന എന്തോ ഒരു ഡൈജസ്റ്റീവ് സ്റ്റിമുലൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇത് ക്ലെൻസറാണ്, വാട്ടർലെസ് ക്ലെൻസറാണ്. ഇവരെ ഒന്ന് വൃത്തിയാക്കാനായിട്ട്. ആക്ച്വലി എൻ്റെ മേത്ത് കുറച്ച് സ്മെല്ലുണ്ട്. പിന്നെ ഒരു രോമം എനിക്ക് എവിടുന്നോ കിട്ടി. ഇത് വന്നിട്ട് കോംപ്ലി വിത്ത് ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ഫോർ ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഓക്കെ, നമ്മുടെ വിറ്റമിൻ സിറപ്പ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കില്ല, മൾട്ടി വിറ്റമിൻ. അപ്പം ഇത് ഒരു പമ്പ് ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആക്സസറീസ് ഞാൻ ഒരിക്കൽ കുളമാക്കും. പക്ഷെ ടു സ്റ്റാർട്ട് വിത്ത് ഞാൻ ഒരു കഴുത്തിൽ കെട്ടുന്ന ഒരു ക്യൂട്ട് സാധനം, ഇതിനെ കഴുത്തിൽ കെട്ടുന്ന ബെൽറ്റ് എന്നാണ് പറയുന്നതെന്ന് വിചാരിക്കുന്നു കേട്ടോ, എനിക്ക് വലിയ ഉറപ്പില്ല. കറുത്ത കളർ എടുത്തോണ്ട് എന്താണെന്നറിയോ, എൻ്റെ കൊച്ചിന് കണ്ണ് കിട്ടാതിരിക്കാനായിട്ട് ആദ്യത്തെ ഇത് കറുപ്പെടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എനിക്കൊന്നും അറിയില്ല, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എനിക്ക് പെറ്റ്സിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ അറിയേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അത് ഞാൻ പറഞ്ഞത് ശരിയല്ല, അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിലൊക്കെ എനിക്ക് പറഞ്ഞു തരണം. കാരണം അങ്ങനെയായാലും എനിക്ക് വിസ്കിനെ നേരമിലേക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വിസ്കിനെ വാങ്ങുക എന്നുള്ളത് ഇങ്ങനെ എടുത്തൊരു തീരുമാനമാണ്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണി 1:30-2 മണിയായപ്പോൾ ജസ്റ്റ് ഒരു ചോദ്യം രഞ്ജുവിനോട്, നമുക്കൊരു പെറ്റിനെ വാങ്ങിയാലോ എന്ന്. രഞ്ജു പറഞ്ഞു ഓക്കെ, വേണോ വേണ്ടയോ അങ്ങനെ ഒരു ചോദ്യം ആ പുള്ളി എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെയൊക്കെ ചിന്തിച്ചിരുന്നിരിക്കാം. പുള്ളി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അനിയനെ വിളിച്ചു, എനിക്കൊരു പെറ്റിനെ വേണം, എവിടുന്നേലും അറിയോ, കാരണം അവന് ഓൾറെഡി ഒരു പെറ്റുള്ളതുകൊണ്ട് അവന് അങ്ങനത്തെ കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. അവൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഫോട്ടോസ് അയച്ചു തന്നു, വീഡിയോസ് അയച്ചു തന്നു. നമ്മൾ വിസ്കിനെ പിക്ക് ചെയ്തു. സോ 2 മണിയായപ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കുന്നു. 5 മണി 5:15 വിസ്കി നമ്മുടെ വീട്ടിൽ നിൽക്കുന്നു. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഡിസിഷൻസ് എല്ലാം ഞാൻ അതേപോലെ എടുത്തിട്ടുള്ളതാണ്. ഞാൻ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും, അല്ലാതെ പ്ലാൻ ചെയ്ത് അങ്ങനെ നടന്ന ഒന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം പോലും എൻ്റെ ജീവിതത്തിൽ അത് തോന്നുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ എടുത്തിട്ടുള്ള ഡിസിഷൻസ്, അല്ലെങ്കിൽ ഒട്ടും ചിന്തിക്കാതെ എടുത്തിട്ടുള്ള ഡിസിഷൻസ്. ഈ ട്രിപ്സൊക്കെ പ്ലാൻ ചെയ്യുന്നത്, പോയാലോ പോവാം, ആ ഒരു സംഭവമാണ്. പക്ഷേ എനിക്ക് എപ്പോഴും എൻ്റെ ലൈഫിൽ നല്ലതായിട്ട് വന്നിട്ടുള്ളതും അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇന്ന് രാത്രി ഇവൻ കിടത്തി ഉറക്കമെന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു, ചില ഡോഗ്സ് വന്നിട്ട് ഒരു 2-2 എടുക്കും, അതാണ് നമ്മുടെ കുടുംബം, നമ്മുടെ ഫാമിലി ഇതാണെന്ന് മനസ്സിലാക്കി ഒന്ന് അഡ്ജസ്റ്റ് ആവാനായിട്ട്. അതുവരെ രാത്രിയൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കുമെന്ന്. എനിക്ക് എന്തായാലും 9 മണിയാകുമ്പോൾ എനിക്കൊരു മെഡിസിൻ എടുക്കാനുണ്ട്. ആ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല സെഡേഷൻ ഉണ്ടാവും. ഈ സെഡേഷൻ കഴിഞ്ഞാൽ രാത്രി 9 മണിക്ക് 9-9:30 ആകുമ്പോൾ എൻ്റെ ബോധം പോയിട്ടുണ്ടെങ്കിൽ രാവിലെ എനിക്ക് ബോധം വരുള്ളൂ. അതായത് ഞാനൊരു 7 മണിയാവും, അതായത് ഭൂമി ഉലിക്കാനും ഞാൻ അറിയില്ല. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് രഞ്ജുവിന് ഉറക്കമില്ലാത്ത രാത്രികളാണ്. പിന്നെ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാളെ ഈവനിങ് ആണ് ചിക്കു ചെറിയും വരാൻ പോകുന്നത്. അവരുടെ ഒരു റിയാക്ഷൻ കിട്ടാൻ, ചിക്കു എന്ത് സർപ്രൈസ് ആയാലും ഫേസിൽ വലിയ എക്സ്പ്രഷൻസ് ഉണ്ടാവില്ല രഞ്ജുവിനെ പോലെ. ചെറി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതിനാണ് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ളത്. നമ്മള് ചിക്കുനെയും ചെറിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. അവര് എൻ്റെ അനിയൻ്റെ വീട്ടിലായിരുന്നു. സോ ഇപ്പോൾ
അവർ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ സർപ്രൈസ് എന്ന് അറിയത്തില്ല. സോ ദേ ആർ എന്താ പറയാ ഗസ് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലെ ചിക്കുടു? അലൈവ് ഓർ നോട്ട് അലൈവ് അത് പറയാൻ പറ്റില്ല. അത് അങ്ങനെയാണ്. വേറെ കസിൻസ് ചോദിക്കും. But it is not a toy. ചിക്കു ലൈക്ക് സ്പൈഡർമാൻ. Is it an animal? അത് ആൻസർ ചെയ്യാൻ പറ്റില്ല. Something else. We can open it. Yeah, you cannot open it. What? Why? But why? I love it too. മുത്തേ What does it eat? What is it? Eat? Okay, then. See? Yeah? What is it, Vasu? I think I said puppy dog. Hold him, Vas. Vasu. Hi, Vishki baby. I thought it's a puppy. Really? See? Kacha. Inni baby ആണ്. And what is the thing on the back? Why is open in the mouth? It's a belt. Okay. നോക്കി അവൻ ഡാഡിയുടെ പുറകെ പോവും. Ba. കണ്ടോ ചിക്കു തൊട്ട് നോക്ക് കണ്ണ. അമ്മ തൊടിപ്പിക്കാം. അത്രേ ഉള്ളൂ. സി എത്രേ ഉള്ളൂ. Come. I touched it. You touched it? Chiku, look at him. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് ശരിക്കും നിങ്ങളുടെ സഹായം വേണ്ടത് ഇവനെ എങ്ങനെ പരിപാലിക്കണം എന്നുള്ള കാര്യത്തിലാണ്. ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ രീതിയിലുള്ള ഗൂഗിൾ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്താലും നിങ്ങളിപ്പോൾ ഒരു പെറ്റ് പാരൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ എനിക്കും കൂടെ പറഞ്ഞു തരുവാണെങ്കിൽ എനിക്കത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അത് പറഞ്ഞു തരുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടാറ്റാ.